ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി കണ്ടിട്ട് വരാവേ. ഇതൊരു സ്പെഷ്യലാണ്. ഇപ്പം നമ്മൾ കണ്ടതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കുക. പിന്നെ വേണ്ടത് തക്കാളി, കറിവേപ്പില, പിന്നെ കുറച്ച് തേങ്ങ നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ കുറച്ച് തേങ്ങ വറുത്തതും, പിന്നെ നമ്മൾ അതും കൂടി നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ടൊന്ന് പൊടിച്ച് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് വേണ്ടത് നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഒരു ഒന്നൊന്നര സ്പൂണോളം എന്താ പറയുക, പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് പൊട്ടിയതിന് ശേഷമാണ് ആദ്യം നമ്മൾ അരച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും കൂടി ഇട്ട് ഒന്ന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് സവാളയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മൂക്കണം. ഈ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് ശേഷം കുറച്ച് തക്കാളിയും കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത് മൂന്നും കൂടെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ നമ്മുടെ വെന്ത് വന്നതിലേക്ക്, അതായത് മൂത്ത് വന്നതിലേക്ക് നമ്മൾ ആ ചിക്കൻ ഇട്ട് ഒരു വിസിൽ, 2 വിസിലാണ് ചിക്കൻ കുക്കറിൽ വേവിക്കുമ്പോൾ കേൾപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂടാക്കി എടുത്ത് വെച്ചിരിക്കുന്ന മസാല അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത വെച്ച തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു 1.25 സ്പൂണോളം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിക്സ് ചെയ്തിട്ട് ചാറ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് തിളച്ചതിന് ശേഷം ഇനിയാണ് ഇതിൻ്റെ ഒരു മെയിൻ സീക്രട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് തേങ്ങാക്കുത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു 3-4 വലിയ വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് പെരുംജീരകവും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ച് ആ മസാലപ്പൊടിയിൽ നിന്ന് 1 സ്പൂൺ മസാലയും കൂടി എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുകയാണെങ്കിൽ നല്ല അടിപൊളി കിടുക്കാച്ചി ചിക്കൻ കറിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.